പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമമായിരുന്നു ഇന്ന് നടന്നത്. ശരിക്കും ഒരു നാമജപ ഘോഷയാത്രയെ അനുസ്മരിപ്പിച്ചുകൊണ്ടായിരുന്നു പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടന്നത് എന്ന് തന്നെ പറയാം. വിശ്വാസി സമൂഹത്തിനെതിരായവരുടെ ഈ ബാഹുല്യം, അതായത് വലിയ രീതിയിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ MC റോഡ് വഴിയുള്ള ഗതാഗതമൊക്കെ വഴിതിരിച്ചു വിടേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. BJP തമിഴ്നാട് മുൻ പ്രസിഡന്റായ K. അണ്ണാമലയാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനമൊക്കെ ആ വേദിയിലും ഇന്ന് ഉയർന്നു കേട്ടു. ആഗോള അയ്യപ്പ സംഗമ പ്രഖ്യാപന ശേഷം തുടങ്ങിയ സംഘാടനം, ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വം, വിവിധ ഹൈന്ദവ സംഘടനകളും വിശ്വാസി കൂട്ടായ്മകളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കൂടി ചേർന്നതോടെ പന്തളം ജനസാഗരമായി. നട്ടുച്ചവെയിലിൽ ഒഴുകിത്തുടങ്ങിയ ജനം ശ്രീവത്സം മൈതാനത്ത് മഹാസാഗരമായി. ஐயப்பனை பொறுத்தவரை நமக்கு தெரியும், நைஸ்திக் பிரம்மச்சாரி என்று சொல்வோம். எப்பொழுதும் எல்லா நிலையிலும் ஒரு பிரம்மச்சாரியாக இருக்கக்கூடிய குழந்தை ஐயப்பனை பார்ப்பதற்கு ஆண்டாண்டு காலம் கோடிக்கணக்கான மக்கள் இங்க வர்றாங்க. அவர் எப்பொழுதும் குழந்தை முகத்தோடு இன்முகத்தோடு இங்கிருந்து சபரிமலையில பக்தர்களுக்கு ஆண்டாண்டு காலமாக செய்தியை சொல்றாங்க. ആഗോള അയ്യപ്പ സംഗമത്തിലെ പങ്കാളിത്തവുമായി താരതമ്യം ചെയ്താണ് നേതാക്കൾ പലരും സംസാരിച്ചത്. ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘടിപ്പിക്കപ്പെട്ട ഭക്തജന സംഗമം പ്രഖ്യാപിച്ചതിലും ഇരട്ടിയിലധികം ആളുകളെ പന്തളത്തെത്തിച്ചു. പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പന്തളം കൊട്ടാരം കുടുംബങ്ങൾ ചെയ്തത്. എന്നാൽ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സംഘാടനത്തിൽ പ്രധാന സ്ഥാനമാണ് PN നാരായണ വർമ്മ വഹിച്ചത്. പിൽഗ്രിം ടൂറിസം പോലെ ആകാൻ പാടില്ല. ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ടൂറിസം എന്ന വാക്ക് വന്നാൽ തന്നെ അതിന്റെ പവിത്രത പോകുന്നതാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. രാവിലെ സെമിനാറോടെയായിരുന്നു തുടക്കം. ശബരിമല തന്ത്രി കണ്ഠര മഹേഷ് മോഹനരും പിതാവ് കണ്ഠര മോഹനരും ചേർന്ന് നിലവിളക്ക് തെളിയിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിലും ഇരുവരും പങ്കെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.